بسم الله الرحمن الرحيم فذكر بالقرآن من يخاف وعيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ത്യദിനത്തിൻ്റെ ചെറുതും വലുതുമായ അടയാളങ്ങളെക്കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ധാരാളം ഹദീസുകൾ നാം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകാവസാനം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിലും ആകാശങ്ങളിലും കടലിലും കരയിലും ഒക്കെ സംഭവിക്കുന്ന ഒട്ടേറെ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതിപ്രധാനമായ വലിയ അടയാളങ്ങളിൽ 3 അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ലോകാവസാനമാകുമ്പോൾ മഹ്ദി ഇമാമിൻ്റെ ആഗമനമുണ്ടാകുമെന്നും ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്ത് നിന്നും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുമെന്നും ദജ്ജാലിൻ്റെ പുറപ്പാടുണ്ടാകുമെന്നും ഈ 3 വലിയ അടയാളങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അറബി ലോകത്തും യൂറോപ്പിലും പാശ്ചാത്യ നാടുകളിലും ഉണ്ടാകുന്ന കലാപങ്ങളെ സംബന്ധിച്ചും രക്തച്ചൊരിച്ചിലുകളെ സംബന്ധിച്ചും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘദർശനം നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പശ്ചിമേഷ്യയിൽ ഒട്ടേറെ വർഷങ്ങൾ കൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും യുദ്ധങ്ങളും ഇന്നും തീർന്നിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മഹ്ദി ഇമാമിൻ്റെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ആഗമനത്തെയും സാന്നിധ്യത്തെയും കുറിക്കുന്നതാണ് എന്നാണ് നാം വർത്തമാനകാല സാഹചര്യത്തിൽ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒട്ടേറെ ഹദീസുകളിൽ നിന്നും ഏതാനും ചില ഹദീസുകൾ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ പ്രഭാഷണത്തിലൂടെ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമുക്ക് അന്ത്യദിനത്തെക്കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസം, അള്ളാഹുവിനുള്ള അചഞ്ചലമായ ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മഹ്ദിയുടെ ആഗമനത്തിനു മുമ്പ് അറേബ്യൻ നാടുകളിൽ ഉണ്ടാകുന്ന രക്തച്ചൊരിച്ചിൽ കലാപങ്ങൾ അതിൻ്റെ തുടക്കം ഇറാഖിൻ്റെ മണ്ണിൽ നിന്നായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യുബദഉൽ ഹറാബു, ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണത്തിന് തകർച്ചയുണ്ടാകുന്നത് ഇറാഖിൻ്റെ തകർച്ചയ്ക്ക് തുടക്കമാകുമ്പോഴാണ് എന്ന്. യുബദഉൽ ഹറാബു മിനൽ ഇറാഖ്, ഇറാഖിൽ നിന്നാണ് ഇസ്ലാമിക ഭരണത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും തകർച്ച തുടങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ 1990 അവസാനങ്ങളിൽ ഇറാഖും കുവൈറ്റുമായിട്ട് നടന്ന യുദ്ധവും അക്കാരണത്താൽ പാശ്ചാത്യ നാടുകളിലെ സാമ്രാജ്യത്വ ശക്തികൾ മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് കടന്നു വന്നതും അവരുടെ സൈനിക താവളങ്ങളാക്കി മുസ്ലിം രാഷ്ട്രങ്ങളുടെ വിവിധ ഭാഗങ്ങൾ അവർ നേടിയതും ഈ സന്ദർഭത്തിൽ നാം മറന്നുപോകരുത്. ഏകദേശം 10-20 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ യുദ്ധവും കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഇറാഖിൻ്റെ മണ്ണിൽ, കുവൈറ്റിൻ്റെ മണ്ണിൽ അരങ്ങേറുകയുണ്ടായി. അവസാനം ലക്ഷക്കണക്കായ ആൾക്കാരുടെ മരണത്തിന് കാരണമായി. അവിടുത്തെ പ്രസിഡന്റാകുന്ന സദ്ദാം ഹുസൈന് 2006 ഡിസംബർ 30 ഒരു പെരുന്നാൾ സുദിനത്തിൽ തൂക്കിലേറ്റുകയും ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് ഷഹാദത്തിൻ്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ അങ്ങകലെ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന
അതിശക്തമായ ബോംബിങ്ങും രക്തച്ചൊരിച്ചിലും കലാപവും യുദ്ധവും ഒക്കെ നേർക്കുനേരെ കാണുമ്പോൾ ഇതിൻ്റെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ഞാൻ ഇറാഖിൻ്റെ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. രണ്ടാമതായിട്ട് പിന്നെ എവിടെ നിന്നായിരിക്കും അതിൻ്റെ തുടക്കമെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചക ശിഷ്യൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് പ്രകാരമാണ് ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസി ഖറാബു യസ്രിബ വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ വഖുറൂജുൽ മൽഹമ ഫത്ഹു ഖുസ്തൻദീനിയ വഫത്ഹു ഖുസ്തൻദീനിയ ഖുറൂജുൽ ദജ്ജാൽ സദഖ റസൂലുൽ മുസ്തഫൽ അമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ അധികാരം ജൂതന്മാരുടെ കരങ്ങളിലായിട്ട് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരങ്ങളിലായിട്ട് ജൂതന്മാരുടെ നാഗരികത തുടക്കം കുറിക്കും. ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കണമെങ്കിൽ ജൂത പട്ടാളത്തിന്റെ അനുവാദം വേണ്ടി വരുന്ന ഒരു കാലഘട്ടമുണ്ടാകും. ഇമ്രാനു ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന കാലഘട്ടം ഉണ്ടാകുന്നത് ഖറാബു യസ്രിബ, യസ്രിബിന്റെ തകർച്ചയ്ക്ക് കാരണമാണ് എന്ന്. ഏതാണ് യസ്രിബ്? മദീനയുടെ പഴയ പേര്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന കേന്ദ്രമാക്കിയാണ് ഇസ്ലാമിക ഭരണത്തിന് നേതൃത്വം നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കരങ്ങളിലേക്ക് എത്തിച്ചേരുകയും അവിടെ ജൂതന്മാരാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം സംജാതമായി കഴിഞ്ഞാൽ അത് മദീനയുടെ നാശത്തിനും തകർച്ചയ്ക്കും തുടക്കമായി എന്ന് സഹാബത്തെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. സഹോദരങ്ങളെ, മദീന എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടുന്ന വിശാലമായ ഭൂമികയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നത്. അന്ന് മദീന കേന്ദ്രമാക്കിയായിരുന്നു ഭരണം, ഇന്ന് സൗദി അറേബ്യയുടെ റിയാദ് കേന്ദ്രമാക്കിയാണ് ഭരണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, സൗദി അറേബ്യയുടെ ഭരണം നഷ്ടപ്പെടാൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. തുടർന്ന് നബി തങ്ങൾ പറയുന്നു, വഖുറൂജുൽ മൽഹമ വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ, യസ്രിബിന്റെ തകർച്ച, സൗദി അറേബ്യയുടെ തകർച്ച, അത് വലിയ രക്തച്ചൊരിച്ചിലുകൾ അറബി ലോകത്ത് പൊട്ടിപ്പുറപ്പെടുന്നതിന് കാരണമാകുമെന്ന്. വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ വഖുറൂജുൽ മൽഹമ ഫത്ഹു ഖുസ്തൻദീനിയ, അറബി ലോകത്തുണ്ടാകുന്ന ഈ കലാപങ്ങളും ഈ യുദ്ധക്കെടുതികളും ഈ രക്തച്ചൊരിച്ചിലുകളും അവസാനം എത്തിച്ചേരുന്നത് ഫത്ഹു ഖുസ്തൻദീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ യൂറോപ്പ് മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുന്ന, മുസ്ലിമീങ്ങൾക്ക് ആയിത്തീരുന്ന ഒരു കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. ഫത്ഹു ഖുസ്തൻദീനിയ, അങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ യൂറോപ്പ് മുസ്ലിമീങ്ങൾ ജയിച്ചടക്കുന്ന ആ സന്ദർഭത്തിലാണ് ഖുറൂജുൽ ദജ്ജാൽ, ദജ്ജാലിന്റെ ആഗമനവും പുറപ്പാടും ഉണ്ടാകുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ലോകാവസാനത്തിൽ ഉണ്ടാകുന്ന ഫിത്നകളെ എണ്ണി പറയുന്ന ശീർഷകത്തിലാണ് എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും ഈ ഹദീസിനെ മുഹദ്ദിസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കുക, മുസ്ലിം ലോകത്ത് ഇന്ന് കാണുന്ന ഈ കലാപത്തിന്റെ ഒക്കെ തുടക്കം വലിയ രക്തച്ചൊരിച്ചിലുകളും അവസാനം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും അന്ത്യദിനത്തിന് മുന്നോടിയായി മഹദി ഇമാമും ദജ്ജാലും ഒക്കെ വരുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നതിന്റെ തുടക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ രാജ്യത്തിന്റെയും പേരെടുത്ത് തന്നെ പറയുകയുണ്ടായി. കലാപങ്ങൾ ഉണ്ടാകുന്ന
യുദ്ധക്കെടുതികൾ ഉണ്ടാകുന്ന, രക്തച്ചൊരിച്ചിലുകൾ രൂക്ഷമാകുന്ന ആ നാടുകളുടെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ഇറാഖായിരുന്നു. മറ്റൊന്ന് ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീൻ ഉൾപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസ് ആണ്. അതും നമ്മൾ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മൂന്നാമതൊന്ന് സിറിയ എന്ന് പറയുന്ന രാജ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞ ആ സിറിയയുടെ ഭൂപ്രകൃതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ ജോർഡാനും ഇന്നത്തെ ഫലസ്തീനും ഇന്നത്തെ ലബനാനും ഇന്നത്തെ ഷാം സിറിയയും ഒക്കെ അതിൽ പെടുമെന്ന് ആദ്യമായി നാം മനസ്സിലാക്കുക. മഹാനായ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നൽ ഫിത്നത തജീഉ മിൻ ഹാഹുനാ, ഇന്നൽ ഫിത്നത തജീഉ മിൻ ഹാഹുനാ, ഇന്നൽ ഫിത്നത തീർച്ചയായും കലാപം, യുദ്ധം, രക്തച്ചൊരിച്ചിൽ ഇതൊക്കെ വരുന്നത് മിൻ ഹാഹുന അവിടെ നിന്നാണ് എന്ന് മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സഹാബത്തിനെ സംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ കൈ എടുത്തുകൊണ്ട് ആംഗ്യം കാണിച്ചു, അവിടെ എന്നുള്ള അത് ഏതാണ് എന്ന്. നഹ്വൽ മശ്രിഖി, കിഴക്ക് ഭാഗത്തേക്ക്. മദീനയിൽ പോയിട്ടുള്ളവർക്കറിയാം, മദീനയുടെ കിഴക്ക് ഭാഗമാണ് സിറിയ, ഫലസ്തീൻ, ജോർഡാൻ, ഇറാഖ് എന്നീ ഭൂമികളൊക്കെയും രാജ്യങ്ങളൊക്കെയും സ്ഥിതി ചെയ്യുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നാണ് ഫിത്നയ്ക്ക് തുടക്കമുണ്ടാകുന്നത്, കലാപങ്ങൾക്ക്, കുഴപ്പങ്ങൾക്ക്, രക്തച്ചൊരിച്ചിലുകൾക്ക് തുടക്കം കുറിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മശ്രിഖിന്റെ ഭാഗത്തേക്കാണ് തന്റെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വഅന്തും യദ്രിബു ബഅ്ലുക്കും റിഖാബ ബഅ്ലൻ, അന്ന് മുസ്ലിമീങ്ങൾ തമ്മിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് വലിയ രക്തച്ചൊരിച്ചിലുകള്, കലാപങ്ങള്, യുദ്ധങ്ങള് ഒക്കെ അവിടെ അരങ്ങേറുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സിറിയ എന്ന രാജ്യത്തെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്ക്, മനസ്സിലാക്ക്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ, 10-15ഓളം വർഷങ്ങൾ ഏറ്റവും കൂടുതൽ കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായത് സിറിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ഏകാധിപതിയായ ബഷാറുൽ അസദ് എന്ന ഭരണാധികാരി തന്റെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെ പിന്തുണയോടുകൂടി ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മുസ്ലിംകളെയാണ് അവിടെ അരുംകൊല ചെയ്തത്. 15 വർഷത്തെ കണക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 5 ലക്ഷം മുസ്ലിമീങ്ങളെ അരുംകൊല ചെയ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, സിറിയയിൽ നടക്കുന്ന ലോകാവസാനത്തോടടുത്ത കലാപത്തെ കുറിച്ച്, യുദ്ധത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറയുന്നത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മുഹദ്ദിസുകൾ പറയുന്നു, ഖറാബു ഷാമി യുഅ്തബറു മിൻ അലാമത്തി സാഅത്തിൽ കുബ്റാ ഫിൽ ഇസ്ലാം, ഇസ്ലാമിക ചരിത്രത്തിൽ ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങൾക്ക് അടുത്തുള്ള അടയാളങ്ങളാണ് സിറിയയിലെ കലാപവും യുദ്ധവും എന്ന് മഹാന്മാരായ മുഹദ്ദിസുകൾ പറയുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന ഖറാബ ദമശ്ക യകൂനു ഖബ്ല ളുഹൂരിൽ മഹ്ദി, മഹ്ദി ഇമാം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പായി ഉണ്ടാകുന്ന അന്ത്യദിനത്തിന്റെ അടയാളമാണ് സിറിയയിലെ ഡമാസ്കസിലെ, സിറിയയുടെ തലസ്ഥാനമാകുന്ന ഡമാസ്കസിലെ കലാപമെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസാണ്, തദൂമുൽ ഫിത്ന 12 ആമ, 12 വർഷം ആ കലാപം സിറിയയിൽ നിലകൊള്ളും, സ്ഥിരപ്പെടും, നിത്യമാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എന്താണ് നമുക്ക് നൽകുന്ന സൂചന? ഇന്നലകളിൽ നാം ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞുപോയ കാലയളവിൽ സിറിയയിൽ ഉണ്ടായിരുന്ന ഉഗ്രകലാപങ്ങൾ നമുക്കറിയാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, തകൂനുൽ ഫിത്നതു ഫിശ്ശാം, സിറിയയിൽ ഉണ്ടാകുന്ന ആ കലാപം പെട്ടെന്നൊന്നും തീരുകയില്ല. യതറദ്ദദു ഫിഹാ,
ആ കലാപം കാരണത്താൽ സിറിയയുടെ വിവിധ പ്രദേശങ്ങൾ, പട്ടണങ്ങൾ കുലുങ്ങി വിറയ്ക്കും. അവിടെയുള്ള ജനങ്ങൾ ഓരോന്നോരോന്നായി മരിച്ചു വീണുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഏതുപോലെ തോൽപാത്രത്തിൽ ഇരിക്കുന്ന വെള്ളം ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണോ ആ തോൽപാത്രത്തിനകത്ത് യാത്രയുടെ ചുവടുകൾക്കനുസരിച്ച് ആ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങുന്നത്, അതുപോലെ സിറിയയിലെ വിവിധ പട്ടണങ്ങളിലായിട്ട് ഈ കലാപങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സിറിയ അങ്ങനെ കുലുങ്ങി വിറയ്ക്കും. ഒരു ദിവസം രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാകുന്ന ഡമാസ്കസിൽ ആണ് കലാപമെങ്കിൽ, രക്തച്ചൊരിച്ചിലെങ്കിൽ, യുദ്ധമെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു പട്ടണമാകുന്ന പാൽമറയിലായിരിക്കും, അടുത്ത ദിവസം റക്ക പ്രദേശത്തായിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം ഹിംസ് എന്ന പട്ടണത്തിലായിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം ഹലബ് എന്ന പട്ടണത്തിലായിരിക്കും, അതിൻ്റെ അടുത്ത ദിവസം ഇദ്ലിബിലായിരിക്കും, പിന്നെ അലോപ്പോയിലായിരിക്കും. ഇതെല്ലാം നമ്മൾ നേർക്കുനേരെ കണ്ടതാണ്. കഴിഞ്ഞ 10-15 വർഷങ്ങളിൽ സിറിയയുടെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ പട്ടണങ്ങളിലും ഈ കലാപം കാരണമായിട്ട് ആയിരക്കണക്കായ മനുഷ്യര് മരിച്ചു വീണിട്ടുണ്ട്. ബഷാറുൽ അസദ് എന്ന ആ സ്വേച്ഛാധിപതിയുടെ പട്ടാളം പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറാഖിൽ നടക്കുന്ന, ഷാമിൽ നടക്കുന്ന, ഫലസ്തീനിൽ നടക്കുന്ന കലാപങ്ങളെ കുറിച്ച് ദീർഘദർശനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഓരോന്നായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചകളാണ് ഇന്നലകളുടെ ചരിത്രത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളത് എങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുതെ സംസാരിക്കുകയില്ലല്ലോ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ അല്ലമഹു ശദീദുൽ ഖുവാ. നബി തങ്ങൾ എന്താണോ പറയുന്നത് അത് മുഴുവനും പടച്ച തമ്പുരാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ, ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളെ കുറിച്ച് സർട്ടിഫൈ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടാകണം. ആ നബിയോടുള്ള സ്നേഹം നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ലോകാവസാനം നടക്കുന്ന കലാപങ്ങളെ കുറിച്ച്, രക്തച്ചൊരിച്ചിലിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരുകയാണ്. യൂഷികു അഹ്ലു ശാം, ഷാം നിവാസികൾക്ക് വരാനിരിക്കുന്നു ശക്തമായ ഉപരോധമെന്ന്. ഇതെന്നാണ് വിധങ്ങൾ പറയുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ ഇരുന്നു കൊണ്ട് സഹാബത്തിന് ലോകാവസാനത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഷാം നിവാസികൾക്ക്, സിറിയ രാജ്യക്കാർക്ക് ശക്തമായ ഉപരോധം ഉണ്ടായിരുന്നു. അത് സാമ്പത്തിക ഉപരോധമായിരിക്കും, അതോടൊപ്പം തന്നെ ഭക്ഷ്യ ഉപരോധവുമായിരിക്കും. നമ്മൾ കണ്ടതാണല്ലോ, എത്രയോ വർഷങ്ങൾ സാമ്പത്തികമായ ഉപരോധം കാരണമായിട്ട്, ഭക്ഷ്യ ഉപരോധം കാരണമായിട്ട് ആ നാട് വല്ലാതെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയ സംഭവം. എക്കണോമിക് ക്രൈസിസ് അവിടെ ശക്തമായി ഉണ്ടായി എന്നാണ് ലോക സാമ്പത്തിക വിദഗ്ധർ വ്യക്തമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ പറയുന്നത്. സിറിയയുടെ ആഭ്യന്തര ഉൽപാദനം ഒരു കാലഘട്ടത്തിൽ $59.1 ബില്യൺ ആയിരുന്നുവെങ്കിൽ 15 വർഷത്തെ കലാപം ആ നാട്ടിൽ നിരന്തരമായിട്ട് അരങ്ങേറിയപ്പോൾ, നിലനിന്നപ്പോൾ അവരുടെ ഈ ആഭ്യന്തര ഉൽപാദനത്തിന്റെ $59.1 ബില്യൺ കൂപ്പുകുത്തി വെറും $9 ബില്യൺ താഴ്ന്നു എന്ന് കൃത്യമായ കണക്ക് ലോക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ശക്തമായ ഉപരോധം, അത് സാമ്പത്തിക ഉപരോധം, അതുപോലെ തന്നെ ഭക്ഷ്യ സാധനങ്ങളുടെ ഉപരോധവും ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ, ഇത് നമ്മുടെ നേർക്ക് നേരിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ സിറിയയിലെ ജനങ്ങൾ അനുഭവിച്ച
പഠിപ്പിച്ചത് കണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഖുൽനാ മിൻ ഐന ദാലിക യാ റസൂലല്ലാഹ്, ഈ സാമ്പത്തിക ഉപരോധം എവിടെ നിന്നായിരിക്കും, ആരുടെ ഭാഗത്തു നിന്നായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഖബലി റൂം, പാശ്ചാത്യരുടെ ഭാഗത്തു നിന്നായിരിക്കും, പാശ്ചാത്യരുടെ ഭാഗത്തു നിന്നായിരിക്കും. പാശ്ചാത്യർക്ക്, സാമ്രാജ്യത്വ ശക്തികൾക്ക്, അമേരിക്കൻ സാമ്രാജ്യത്തിന്, യൂറോപ്യൻ സാമ്രാജ്യത്തിന് ഒക്കെ കടന്നു വരാനുള്ള അവസരമായിരുന്നു ആ കലാപങ്ങളും യുദ്ധങ്ങളും ആഭ്യന്തര പോരാട്ടങ്ങളും എന്ന് നാം നേർക്കുനേരെ കണ്ടവരാണ്. അങ്ങനെയാണ് പാശ്ചാത്യർ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് സിറിയയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഭക്ഷ്യക്ഷാമം, ഈ ഉപരോധം കാരണമായിട്ട് ശക്തമായ വിശപ്പ് കാരണത്താൽ ആ സിറിയയിലെ ജനങ്ങള് നിലവിളിക്കുന്നവരാകും. ഭക്ഷണത്തിന് വേണ്ടി, ഒരു റൊട്ടിക്ക് വേണ്ടി, ഒരൽപ്പം കുബൂസിന് വേണ്ടി അവർ നിലവിളിക്കുന്നവരായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ കണ്ടതല്ലേ? ആ ഓരോരുത്തരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മണിക്കൂറുകളോളം പാത്രവും പിടിച്ചുകൊണ്ട് ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ച. ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായി സുഖലോലുപതയിൽ കഴിഞ്ഞിരുന്നവര്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ജനത, ഒരു നിമിഷം സാമ്പത്തിക ഉപരോധം വന്നപ്പോൾ, ഭക്ഷ്യ ഉപരോധം വന്നപ്പോൾ ദരിദ്ര ജനതയായി മാറിയ നേർക്കാഴ്ചകൾ ഇന്നലകളുടെ ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ ഒരു കാര്യം നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ അനുഗ്രഹം അത് എന്നും നിലനിൽക്കണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, അധികാരം നൽകാനും അധികാരം എടുത്തു കളയാനും കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ. അനുഗ്രഹങ്ങൾ നൽകാനും ആ അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാനും കഴിവുള്ളവനാണ് പടച്ച തമ്പുരാൻ. ഇത് നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് പാഠമായി മാറേണ്ടതുണ്ട്, ഗുണപാഠമായി മാറേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറാഖിലും ഇതുപോലെയുള്ള ഉപരോധങ്ങളെ കുറിച്ചുള്ള പ്രവചനം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം വിവരിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകാവസാനം മഹദി ഇമാമിന്റെ ആഗമനത്തിന് മുമ്പ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവരോഹണത്തിന് മുമ്പ് മുസ്ലിം ലോകത്തുണ്ടാകുന്ന രക്തച്ചൊരിച്ചിലുകൾ, കലാപങ്ങൾ, ഇതൊക്കെ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളായിട്ട് നാം മനസ്സിലാക്കുക, നാം വിലയിരുത്തുക. അവസാനമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നേർക്ക് നേരെ 2 വർഷത്തോളമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, സ്ത്രീ സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, അവിടെയുള്ള നിരപരാധികളെ, സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജൂദായിസത്തിന്റെ, സൈനിസത്തിന്റെ ഏറ്റവും ശക്തമായ, കിരാതമായ, മനുഷ്യത്വമില്ലാത്ത പൈശാചികമായ ക്രൂരതകൾ. ഇപ്പോൾ ആ ഇസ്രായേലിന് തിരിച്ച് ചില അടികൾ കിട്ടിയപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് വർത്തമാനകാല സാഹചര്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഈ മാസം 12-ാം തീയതി, ഇസ്രായേൽ ഇറാന്റെ ആണവ നിലയങ്ങളിലേക്ക് ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് അവിടെയുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരെ കൊല്ലുകയുണ്ടായി. പ്രധാനപ്പെട്ട അവരുടെ ഉദ്യോഗസ്ഥന്മാരെ കൊല്ലുകയുണ്ടായി. ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഉള്ള പലരെയും അവർ വധിക്കുകയുണ്ടായി. അങ്ങനെ പുതിയ ഒരു കലാപത്തിന്, ഒരു രക്തച്ചൊരിച്ചിലിന്, ഒരു യുദ്ധത്തിന് ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം വീണ്ടും തുടക്കം കുറിച്ചു. പക്ഷേ ഇറാനെ ചൊറിയാൻ പോയത് ഹമാസിനെ, അതുപോലെ തന്നെ ഫലസ്തീനിലെ പാവങ്ങളായ ജനങ്ങളെ, ആയുധശക്തിയില്ലാത്ത ആ ജനങ്ങളെ
തകർക്കാൻ പോയതുപോലെയോ അവരെ കൊല്ലാൻ പോയതുപോലെയോ അവരെ നശിപ്പിക്കാൻ പോയതുപോലെയോ അല്ല എന്ന് ഇന്ന് ഇസ്രായേലിയർക്ക് മനസ്സിലാകുന്നുണ്ട്. അമേരിക്കയുടെ ഒളി അജണ്ടയുടെ ഭാഗമായിട്ട് ഇറാനെ തകർക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളുടെയും നിരന്തരമായിട്ടുള്ള ഗൂഢാലോചനയായിരുന്നു. ആ ഗൂഢാലോചന എത്രയും പെട്ടെന്ന് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ അവർ ശ്രമം നടത്താൻ കാരണം എന്താണെന്നറിയുമോ? ജർമ്മനിയും ഫ്രാൻസും അതുപോലെ ബ്രിട്ടനും ഉൾപ്പെടുന്ന അണ്വായുധ രാജ്യങ്ങളുമായിട്ട്, അമേരിക്ക ഉൾപ്പെടുന്ന അണ്വായുധ രാജ്യങ്ങളുമായിട്ട് അണു നിർവ്യാപന കരാറിന്റെ ചർച്ചകളിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അണ്വായുധത്തിന്റെ പേരില് അത് കൈവശം വെച്ചിരിക്കുന്നു, അതുകൊണ്ട് അണു ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, അണുബോംബ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇറാനിനെ തകർക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ കരാർ ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുമ്പ്, കരാറിൽ ഒപ്പിടുന്നതിന് മുമ്പ് ഇറാനെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ അമേരിക്കയുടെ ഒളി അജണ്ടയുടെ പേരിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു യുദ്ധം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അടിച്ചേൽപ്പിച്ചത്. പക്ഷേ ഇറാന്റെ പാരമ്പര്യം എല്ലാവർക്കും അറിയുമല്ലോ. 45 വർഷമായി അണ്വായുധത്തിന്റെ പേരിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ആ ജനതയെ തകർക്കാൻ കഴിഞ്ഞില്ല. മിഡിൽ ഈസ്റ്റിൽ, പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ ഒരു രാഷ്ട്രമാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം. പൂർവികരായ ഒരുപാട് മനുഷ്യരുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് ആ മണ്ണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ 2 സാമ്രാജ്യത്വ ശക്തികളായിരുന്നു ആ ഇറാനും അതുപോലെ തന്നെ റോമും. അന്ന് റോമും പേർഷ്യയുമായിരുന്നു. ആ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. അതുകൊണ്ട് ഇറാനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുകയില്ല എന്ന് 8-9 ദിവസത്തെ ഈ യുദ്ധത്തിലൂടെ ഇസ്രായേലിന് മനസ്സിലായിരിക്കുകയാണ്, അമേരിക്കയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇസ്രായേലിന്റെ നിലവിളി. ഈ കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്നുമുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ ചില കേന്ദ്രങ്ങളിൽ ചെന്ന് പതിച്ചപ്പോൾ സൈനിക ഉദ്യോഗസ്ഥന്മാർ താമസിക്കുന്ന, അതുപോലെ തന്നെ മൊസാദിന്റെ പ്രവർത്തകർ, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ചില കേന്ദ്രങ്ങളിലേക്ക് ആ ബാലിസ്റ്റിക് മിസൈലുകൾ ചെന്ന് പതിച്ചപ്പോൾ അവിടെയുള്ള വലിയ ഒരു ഹോസ്പിറ്റലിന് ഏതാനും തകർച്ചയും തകരാറും സംഭവിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മിസൈലുകൾ വർഷിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഏറ്റവും വലിയ യുദ്ധക്കുറ്റമാണ്. അതുകൊണ്ട് ഈ യുദ്ധക്കുറ്റത്തിന്റെ പേരിൽ ഇറാനെ തകർക്കണമെന്ന് നെതന്യാഹു പറയുമ്പോൾ അത് വേശ്യയുടെ ചാരിത്ര പ്രസംഗം മാത്രമാണ് എന്ന് ലോകത്തെ നേതാക്കളെ തിരിച്ചു മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സഹോദരങ്ങളെ. അമേരിക്കയിൽ, അതുപോലെ തന്നെ ഇസ്രായേലിൽ, മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒക്കെ ഇറാൻ അനുകൂലമായിട്ട് ഒരുപാട് സമരങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ യുദ്ധങ്ങളും കലാപങ്ങളും നിർത്തുന്നതിന് വേണ്ടി അമേരിക്കയിലെ ന്യൂയോർക്കിൽ, അതുപോലെ തന്നെ ലോസ് ആഞ്ചലിൽ, അങ്ങനെ പല പല പട്ടണങ്ങളിലും ഇതിനോടകം പലവിധമായ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ അമേരിക്കയുടെ ഒത്താശയോടുകൂടി ഇറാനിലേക്ക് യുദ്ധം ഉണ്ടാക്കുമ്പോൾ ആ യുദ്ധം ലോകാവസാനത്തിന്റെ അടയാളങ്ങൾക്ക് മുമ്പ് നടക്കേണ്ടുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ, അതുപോലെ തന്നെ പൗരസ്ത്യ രാജ്യങ്ങളിലെ, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ അനിവാര്യമായ കലാപങ്ങളാണ്, യുദ്ധങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര ആയിരം കുഞ്ഞുങ്ങളെ കൊന്നവരാണ് ഈ ജൂതന്മാര്, ഈ സയനിസ്റ്റുകള്. ഫലസ്തീനിലെ മക്കള്, ഗസയിലെ മക്കള്, മുഴുവൻ ഹോസ്പിറ്റലുകളും തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവിടെയുള്ള മുഴുവൻ രോഗികളെ ഉൾപ്പെടെ ബോംബിട്ടുകൊണ്ട് കൊന്ന ഈ നെതന്യാഹു, ഈ ഇസ്രായേൽ മേധാവികൾ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ബോംബിട്ടു, അത് ഏറ്റവും വലിയ കുറ്റമാണ്, യുദ്ധക്കുറ്റമാണ് എന്ന്. ലെബനാനിൽ, അതുപോലെ തന്നെ ഫലസ്തീനിൽ, ഗസയിൽ ഇനി 2-3 ഹോസ്പിറ്റലുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കിയുള്ള 90% ഹോസ്പിറ്റലുകളും ബോംബിങ്ങിലൂടെ തകർത്ത ഈ നരാധമന്മാർ, ഈ പൈശാചിക ശക്തികൾ ഇപ്പോൾ വിലപിക്കുകയാണ്, ഞങ്ങളെ
ഹോസ്പിറ്റല് ബോംബിട്ട് തകർത്തേ എന്ന്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങള് കെട്ടിടങ്ങള് തകർക്കുന്നേ എന്ന് ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ പ്രിയപ്പെട്ടവരെ? ഇറാനിലും ഒരുപാട് പേർ മരിക്കുന്നുണ്ട്, അവിടെയും തകർച്ചകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധം മറ്റുള്ള യുദ്ധങ്ങൾ പോലെയല്ല എന്നാണ് ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അനിവാര്യമായിട്ടും ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ്: ലോകാവസാനം അടുത്തുകൊണ്ടിരിക്കുന്നു, അന്ത്യദിനം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വലിയ അടയാളങ്ങള് ഇനി ഇവിടെ വെളിപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഏകദേശം ചില സാമ്പിളുകൾ മാത്രമാണ്, അതിന് മുന്നോടിയായിട്ടുള്ള ചില സംഭവങ്ങൾ മാത്രമാണ് ഈ നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ മഹദി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ലോകാവസാനം അടുക്കുമ്പോൾ ഈ ഭൂമി ലോകത്ത് പ്രത്യക്ഷപ്പെടുമെന്ന് മഹദി ഇമാം പോലും അറിയില്ല ഞാൻ മഹദി ഇമാമാണ് എന്ന്. 40 വയസ്സിൽ അദ്ദേഹത്തിന് അബ്ദാലുകൾ സൗദി അറേബ്യയിലെ, ഷാമിലെ, ഇറാഖിലെ, ഇറാനിലെ ഒക്കെ അബ്ദാലുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ബൈഅത്ത് ചെയ്യുമ്പോൾ മാത്രമാണ് അദ്ദേഹം പോലും ഞാൻ മഹദി ഇമാമാണ് എന്നറിയുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുവദിക്കുമെങ്കിൽ മഹദി ഇമാമുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഹദീസുകൾ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് പറയാം, പഠിക്കാം, മനസ്സിലാക്കാം. അതുപോലെ തന്നെ മഹദി ഇമാമിന്റെ സൽഭരണം ഈ ഭൂമി ലോകത്ത് നിലനിൽക്കുമ്പോഴാണ് മഹദി ഇമാമിന്റെ സഹായിയായിട്ട് ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവരോഹണം ഉണ്ടാകുന്നത്. അവർ രണ്ടുപേരും കൂടിയാണ് പിന്നെ ഈ ഭൂമി ലോകത്ത് നീതി നിറയ്ക്കുന്നത്. ഈ ഭൂമി ലോകത്ത് നീതിയും അതുപോലെ തന്നെ സുരക്ഷിതത്വവും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് കുറിക്കുന്ന ഒരുപാട് ഹദീസുകൾ. അപ്പോഴാണ് ദജ്ജാലിന്റെ ആഗമനം ഉണ്ടാകുന്നത്, പുറപ്പാടുണ്ടാകുന്നത്. ആ ദജ്ജാലിനെ വധിക്കുന്ന സംഭവങ്ങളിലൊക്കെ എവിടെ വെച്ചാണ് എന്ന് വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിന്റെ അനുരണനങ്ങൾ മാത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ലോകാവസാനം അടുക്കുമ്പോൾ അറേബ്യൻ നാടുകളിലുള്ള ഭരണാധികാരികളുടെ അധികാരങ്ങളൊക്കെയും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതിൻ്റെ തുടക്കങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ സൂചന നൽകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സതകൂനു ഫിത്നത്തുൻ ലാ യബ്ഖാ മിനൽ അറബി ബൈത്തുൻ ഇല്ലാ ദഖലതുഹു. ലോകാവസാനത്തിന് മുമ്പ് അറേബ്യൻ നാടുകളിലെ ശക്തമായ ഫിത്നകൾ, കലാപങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, യുദ്ധങ്ങൾ ഉണ്ടാകും. ലാ യബ്ഖാ മിനൽ അറബി ബൈത്തുൻ, അറേബ്യൻ നാടുകളിൽ നിന്നും ഒരു നാട് പോലും അവശേഷിക്കുകയില്ല. ഇല്ലാ ദഖലതുഹു, ഈ യുദ്ധവും ഈ കലാപവും ഈ രക്തച്ചൊരിച്ചിലുകളും ആ രാജ്യങ്ങളിലേക്ക് ഉണ്ടായിട്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്, സതകൂനു ഫിത്നത്തുൻ സമ്മാഉ ബുകമാഉ അംയാഉ, വലിയ കലാപങ്ങളായിരിക്കും. ആ കലാപം അത് എല്ലാവരെയും ബധിരരാക്കി തീർക്കുന്ന, അന്ധരാക്കി തീർക്കുന്ന, മൂകരാക്കി തീർക്കുന്ന അത്രയും വലിയ കലാപങ്ങള്, കെടുതികള്, യുദ്ധങ്ങള് അറേബ്യൻ രാജ്യങ്ങളിൽ ഉടലെടുക്കാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അശ്റാഫുൽ ലിസാനി അന്ന് ഏറ്റവും കൂടുതൽ വലിയ ശക്തി മീഡിയകൾക്കായിരിക്കും എന്ന്, മീഡിയ യുദ്ധമായിരിക്കും ആ കാലഘട്ടത്തിൽ നടക്കുന്നത് എന്ന്. സഹോദരങ്ങളെ, ഇന്ന് ആയുധങ്ങൾ കൊണ്ടുള്ള യുദ്ധങ്ങളെക്കാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് മീഡിയ യുദ്ധങ്ങളാണ്. പലതിനെയും ഒളിപ്പിക്കേണ്ടതുപോലെ ഒളിപ്പിക്കാനും വെളിപ്പെടുത്തേണ്ടതുപോലെ വെളിപ്പെടുത്താനുമൊക്കെ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രവചനം നടത്തിയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചുരുക്കത്തിൽ എല്ലാ ഭാഗങ്ങളിലും കലാപമുണ്ടായിട്ട് ഈ കലാപങ്ങൾക്കൊക്കെ ഒരവസാനമുണ്ടാകും. ഈ കലാപങ്ങൾക്കൊക്കെ ഒരവസാനമുണ്ടാകും. ഭൂമിയിൽ ശാന്തി ഉണ്ടാകും, സമാധാനമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഉണ്ടായിരുന്ന ഖിലാഫത്ത്,
അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഖിലാഫത്തിന്റെ സുന്ദരമായ ഭരണം ഈ ഭൂമിലോകം, അറേബ്യൻ നാടുകൾ, പാശ്ചാത്യൻ നാടുകൾ കാണും, ജനങ്ങൾ അനുഭവിക്കും. അങ്ങനെയുള്ളൊരവസരം ഉണ്ടാകും. അതിന് മുന്നോടിയായിട്ടുള്ള കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെയാണ്, രക്തച്ചൊരിച്ചിലുമൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. നീതി എവിടെയാണോ ആ നീതിക്ക് അനുകൂലമായിട്ട് നമ്മൾ നിലപാടുകൾ എടുക്കുക. അതോടൊപ്പം ലോകാവസാനം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും മനസ്സിലാക്കി നന്നാകാൻ, പരമാവധി നന്നാകാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം രക്ഷിതാക്കൾ എന്ന നിലയിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മദ്രസ തുടങ്ങി ഏകദേശം 2 മാസം ആവാൻ പോകുന്നു. സ്കൂളും തുറന്ന് പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, രാവിലെ 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറാണ് മദ്രസ സമയം നമുക്ക് കിട്ടുന്നത്. 3-4 വിഷയങ്ങൾ ഓരോ ക്ലാസ്സുകളിലും പഠിപ്പിക്കേണ്ടതുണ്ട്. 1 മണിക്കൂർ കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം, ഫിഖ് പഠിപ്പിക്കണം, ഖുർആൻ പാരായണം ചെയ്യാനുള്ള നിയമങ്ങൾ, തജ്വീദ് പഠിപ്പിക്കണം, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിക്കണം. അങ്ങനെ പലതും പഠിപ്പിക്കണം. അത് ഓതിപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ 1 മണിക്കൂറെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികളെ മദ്രസയിൽ പറഞ്ഞയക്കുന്നതിന് രക്ഷിതാക്കളാകുന്ന നിങ്ങൾ കൃത്യനിഷ്ഠ പുലർത്തണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പല കുട്ടികളും ആഴ്ചയിൽ 2 ദിവസം മാത്രം വരുന്നവരുണ്ട്, 3 ദിവസം മാത്രം വരുന്നവരുണ്ട്, തീരെ വരാത്തവരുണ്ട്. എന്താണ്, എവിടെയാണ് കുഴപ്പം, എവിടെയാണ് പ്രശ്നം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ കുട്ടികൾക്ക് 10-15 വയസ്സ് എത്തുന്നതിന് മുമ്പ് അത്യാവശ്യം മതവിദ്യാഭ്യാസം ലഭിക്കുന്നതിന് ആകെ ആശ്രയിക്കാൻ പറ്റുന്ന കേന്ദ്രമാണ് മദ്രസാ കലാലയങ്ങൾ. ആ മദ്രസാ കലാലയങ്ങൾ ഇന്ന് വളരെ സമയം ചുരുങ്ങി ഇപ്പോൾ തന്നെ സ്കൂളിൻ്റെ സമയം മാറ്റിയതുകൊണ്ട് മദ്രസയ്ക്ക് സമയം വീണ്ടും കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കിട്ടുന്ന സമയം, ഈ സമയത്തിൽ കൂടുതൽ വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, അധ്യാപകരാകുന്ന ഞങ്ങൾ ഈ സമയം മതി. പക്ഷെ ആ സമയം കുട്ടികൾക്ക് മുടക്കം വരാത്ത നിലയിൽ എല്ലാ ദിവസവും അവർ മദ്രസയിൽ ആകെ 6 ദിവസം 5 ദിവസം, രാവിലെ ഉള്ള കുട്ടികൾക്ക് 6 ദിവസവും വൈകുന്നേരം പഠിക്കുന്ന കുട്ടികൾക്ക് 5 ദിവസവുമാണ് മദ്രസയിൽ അധ്യയനം ഉള്ളത്. ആ ദിവസങ്ങളിൽ മുടക്കം വരാതെ പരമാവധി ആ കുട്ടികളെ മദ്രസയിൽ എത്തിക്കുന്നതിന് രക്ഷകർത്താക്കളാകുന്ന നിങ്ങൾ ശ്രമിക്കുകയും അവരുടെ പഠന നിലവാരങ്ങൾ നിങ്ങൾ വിലയിരുത്തുകയും വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതിന് 1/2 മണിക്കൂർ സമയം മറ്റെല്ലാ പഠനത്തിൻ്റെയും ഇടയിൽ നാം സമയം കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുക്കുകയും നാം ഓരോരുത്തരും അതിൽ അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കുട്ടികളുടെ ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിലും കൂടി എല്ലാവരും ശ്രദ്ധ ചെലുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി സ്വാലിഹീങ്ങളാക്കി നമുക്കും നമ്മുടെ ദീനിനും രാജ്യത്തിനും പരലോകത്തുമൊക്കെ ഉപകരിക്കുന്ന നല്ല മക്കളാക്കി, സമൂഹമാക്കി, തലമുറയാക്കി നിർത്തിത്തരുന്നതിന് അടിസ്ഥാന ആവശ്യമായ ഈ മതവിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന ശ്രദ്ധ ചെലുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയും നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കുകയും നമ്മളെയും നന്നാക്കുകയും മക്കളെ കൊണ്ട് മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും ഉണ്ടാകുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ,